ഹായ്, ഇന്ന് നമ്മൾ മാവ് എങ്ങനെയാണ് നല്ലപോലെ കായ്ക്കേണ്ടത്, എങ്ങനെയാണ് മാങ്ങ പിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ മാങ്ങ പറിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ മൂവാണ്ടൻ മാവിന് കാ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ്. ഇപ്പം മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. മഴക്കാലത്തിന്റെ തൊട്ട് സമയത്ത്, മഴ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാവിൻ്റെ മാങ്ങ പിടിക്കാനും ചെറിയ മാവുകൾക്ക് വേണ്ടിയിട്ട്. അപ്പം അതെന്തൊക്കെയാണെന്നാണ്, എന്ത് വളമാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഈ മൂവാണ്ടൻ മാവാണ് നമ്മൾ ഇതിന് സാമ്പിളിനായിട്ട് കാണിക്കുന്നത്. ഈ മൂവാണ്ടൻ മാവിൻ്റെ ചോട്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം ഈ മൂവാണ്ടൻ മാവ് ഒരു 2 വർഷം പഴക്കമുള്ള മൂവാണ്ടൻ മാവാണ്. ഇപ്പം കായ്ക്ക് പിടിച്ചിട്ട് ഈ വർഷം അത്യാവശ്യം കായ്ക്ക ഉണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒന്നാമത് ചെയ്യുന്നത് ഈ മാവിൻ്റെ കുറച്ച് ഇല കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തണ്ടും ഇലയും കൂടെ കൂടിയിട്ടുള്ളത് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഇത് ഇത്ര ഇല എടുത്തിട്ടുണ്ട്, ഇലയും തണ്ടും എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത് ഒന്നാമത്തെ ഐറ്റമാണ്. ഇനി വേറെ 2 കൂട്ടും കൂടെ ഉണ്ട്, അത് കൂടെ കൂടിയിട്ടാണ് ഇത് ഈ ജൈവവളം ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഇലയൊന്ന് ശരിക്ക് ഇത് ചതച്ചിടുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും ചതച്ചിട്ടാലും കുഴപ്പമില്ല, ഇങ്ങനെ ഞുറുക്കി എടുത്താലും കുഴപ്പമില്ല. ചെറിയ പീസായിട്ട് ഇലയായിട്ട് കിടക്കേണ്ട, ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഞുറുക്കി എടുക്കുക. ഇല വേറെ ഏതെങ്കിലും മാവിൻ്റെ ഇല ഇടരുത്, ഈ മാവിൻ്റെ ഇല തന്നെ ഇടുക. ഇതിൻ്റെ കൂടെ ഞുറുക്കി ഇടുക. ഇതെല്ലാം ഒരു ചെറിയ പീസാക്കി ഇട്ടാൽ മതി. ഇനിയിപ്പം ഇടിച്ചിടാൻ പറ്റുന്നവരാണെങ്കിൽ ഇടിച്ച് ഒരു ഉരലിലോ എന്തെങ്കിലും ഇട്ട് ഇടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാലും മതി. കാരണം അത് ഒന്ന് നല്ലപോലെ അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇല എഴുകുന്നതിലും പെട്ടെന്ന് ഇതിൻ്റെ ചെറിയ പീസുകളാണെങ്കിൽ അതിൻ്റെ സത്ത് അതിലേക്ക് മാവിൻ്റെ ചോട്ടിലോട്ട് ഇറങ്ങും. ഇപ്പം ഇലയെല്ലാം ഒന്ന് നുറുക്കിയൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് എടുക്കുന്നത് ഈ ചാരമാണ്. നമ്മൾ സാധാരണ ചാരമാണ്. ഇനിയിപ്പോൾ ഇത് ഒരു 3/4 ബക്കറ്റ് ചാരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ചാരം കൂടെ ഒന്ന് മിക്സ് ചെയ്തില്ല. എന്തെങ്കിലും കച്ചറ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് മാറ്റിക്കളയുക. പ്ലാസ്റ്റിക്കോ അങ്ങനത്തേക്കുള്ള സാധനങ്ങൾ. ഇനി അതിൻ്റെ കൂടെ ഇടുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയും അത്രയും തന്നെ, ഒരു 3/4 ബക്കറ്റ് ചാണകപ്പൊടി. നല്ലപോലെ പൊടിഞ്ഞ ഉണക്ക ചാണകപ്പൊടി, നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടി, നല്ലപോലെ പൊടിഞ്ഞത് ആണ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഇതാണ് നമ്മുടെ 3 കൂട്ടുകൾ. ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഷീറ്റിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതാണ് 3 കൂട്ടുകൾ വരുന്നത്. ഇനി നമുക്ക് ഈ 3 സാധനം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചാണകവും ഇതല്ലേ, ചാണകത്തിന്റെ കട്ട കാര്യങ്ങളൊക്കെ ഉള്ളതൊന്ന് ശരിക്കും പൊട്ടിച്ചിടുക. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാം. സാധാരണ നമ്മളിവിടെ മൂവാണ്ടൻ മാവിൻ്റെ ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ള മാവിൻ്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല.
ബാക്കിയുള്ള മാവിന്റെ കായ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഒരുമാതിരി എല്ലാ മാവിനും ഇത് ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂവാണ്ടൻ മാവിന് നമ്മളിത് ചെയ്ത് അത്യാവശ്യം നല്ല കായും കാര്യങ്ങളൊക്കെ നിങ്ങളന്ന് കണ്ടിരുന്നു. ഇതിന്റെ അപ്പുറത്ത് വെക്കുന്ന മാവിന്റെ നല്ല നല്ല കായ ഉണ്ടാകുന്നതൊക്കെ. അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിന്റെ മുകളിലോട്ടൊരു കുറച്ച് പച്ചവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട, കുഴമ്പ് പരുവത്തിലാകാനൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ചാണകവും ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടണം. എല്ലാം കട്ടിയായിട്ട് കിടക്കുന്നതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതിന് ചോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ജൈവവളം എല്ലാം റെഡി ആയിട്ടുണ്ട് മാവിനുള്ള. ഇതാണ് നമ്മുടെ ജൈവവളം. നമ്മൾ ജൈവവളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മാവിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നതെന്നൊന്ന് നോക്കാം. ഇനി ഇതാണ് മാവിൻ്റെ ചോട്. ഇവിടുന്നൊരു 50 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഒരു ചെറിയ തടം പോലെ എടുക്കുക. വേരിനിട്ടൊക്കെ കിള കൊള്ളാതെയൊക്കെ നോക്കണം. അതിനുശേഷം ഇതെടുത്തിട്ടിട്ട് അത് നല്ലപോലെ മൂടിക്കൊടുക്കുക. ഇങ്ങനെ ഇതിന്റെ 4 സൈഡിലും ചെയ്യുക. ഇതും ഇവിടെ കുഴി ഒഴിച്ചു. ഇട്ട് കൊടുത്തു. മൂടിക്കൊടുത്തു. ഇതാണ് നമ്മൾ മാങ്ങ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം. ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്, മാങ്ങ ഉണ്ടാകുന്നുണ്ടെന്ന് ഇതുപോലെ ഒരു 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ആദ്യം ഒരു മെയ് അവസാനം ഒന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഒരു ജൂലൈക്ക് ആകുമ്പോൾ ഒന്നുകൂടെ ചെയ്യുക. അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആവറേജ് നല്ലപോലെ മാങ്ങ പിടിക്കുകയും കിട്ടുകയും ചെയ്യും. എന്തായാലും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. മൂവാണ്ടൻ മാവാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. നിങ്ങൾ ബാക്കിയുള്ള മാവുകളും കൂടെ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ മിക്സ്. ഗുഡ് ലക്ക് എവരിബഡി.